UDF തരംഗത്തിൽ LDF കോട്ടകൾ തകർന്നപ്പോൾ ഏറ്റവും കനത്ത ആഘാതമുണ്ടായത് കേരള കോൺഗ്രസ് എമ്മിനാണ്. മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് എം പരാജയപ്പെട്ടു. പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയുടെ പരാജയവും കനത്ത തിരിച്ചടിയായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിട്ട് LDFിലെത്തിയ കേരള കോൺഗ്രസ് എമ്മിന് മത്സരിച്ച 12 സീറ്റുകളിൽ 5 എടുത്ത് വിജയം നേടാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ ഭരണവിരുദ്ധ തരംഗത്തിൽ കേരള കോൺഗ്രസ് എല്ലാ സീറ്റിലും പരാജയപ്പെട്ടു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പ്രതിനിധികളില്ലാത്ത നിയമസഭയാണ് ഇത്തവണ ഉണ്ടാകുന്നത്. അതേസമയം PJ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന് മത്സരിച്ച 8 സീറ്റുകളിൽ 7ലും ജയിക്കാനായി. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുണ്ടായിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എം മുന്നണി മാറ്റത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് മുന്നണി മാറ്റത്തിനുള്ള നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇത്ര വലിയ തോൽവിക്കിടയാക്കിയ സാഹചര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ വോട്ട് ചെയ്തവരുടെ LDFന് വോട്ട് ചെയ്തവരുണ്ട്. അവരോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ നേരുകയാണ്. വിജയിച്ച സ്ഥാനാർത്ഥി ശ്രീ മണി സി കാപ്പനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. തീർച്ചയായും ഈ സന്ദർഭത്തിൽ കേരള സംസ്ഥാനത്തുടനീളം ഒരു UDF തരംഗം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് തീർച്ചയായും ആ ജനങ്ങളുടെ ഒരു ആഗ്രഹം മറിച്ച് 10 വർഷം ഭരിച്ചു UDF ഭരണത്തിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. അതനുസരിച്ച് മുന്നോട്ട് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം നമുക്ക് കാണാൻ കഴിഞ്ഞു. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പിന്നോക്കം പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് കുറച്ചത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും ഇടതുപക്ഷത്തിനകത്തും പാർട്ടിക്കകത്തും കേരള കോൺഗ്രസ് എം പാർട്ടിക്കകത്തും ഇതിനുമായി ബന്ധപ്പെട്ട് അത് ദീർഘമായ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച നടത്തിയതിന് ശേഷം എന്താ പൂർണ്ണ വിവരം